ലാലേട്ടൻ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐ ഹേർഡ് ദാറ്റ് ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ ആവാഹിക്കുകയാണ്, യു ബിക്കമിങ് ദാറ്റ് സ്വാഭാവികമായിട്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിൻ്റെ ഒരു സീക്രറ്റ് എന്താണ്? സീക്രറ്റ് പറയാൻ പാടില്ല എന്നാണ്. ലൈക്ക് സീക്രട്ട് റെസിപ്പീസ് എന്നൊക്കെ പറയുന്നില്ല. ഇതൊരു എന്താ ഒരു ആക്ടിങ്, അത് വലിയ രീതിയിൽ പറഞ്ഞാൽ അവർ ഒരുപാട് പേര് പറയുന്ന ഒരു ഹയസ്റ്റ് ഫോം ഓഫ് ഒരു മെഡിറ്റേഷനാണ്. ഒരു വളരെ ചെറിയ സമയത്തിനിടയിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് ദി ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ട്രസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് എന്നാണ് പറയുന്നത്. ആ സമയമേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, വർത്താനം പറഞ്ഞു, ഇത് കഴിഞ്ഞ സമയത്ത് വി ആർ കോൺസെൻട്രേറ്റിംഗ്, ദെൻ സംബഡി ഈസ് സേയിങ് റോൾ ക്യാമറ ആക്ഷൻ. ആ സമയത്ത് നിങ്ങൾ വേറൊരാളായിട്ട് മാറുകയാണ്. വി ആർ ട്രാൻസ്ഫോമിങ് അല്ലേ? അതുവരെ പറയാത്തൊരു ഡയലോഗ്, അതുവരെ പെട്ടെന്ന് അതുവരെ ഒന്നുമില്ലാത്തൊരു ഇമോഷൻ, അപ്പോഴത്തേക്ക് വളരെ ഭയങ്കരമായൊരു കോൺസെൻട്രേഷനും കൂടെ ആവശ്യമുണ്ട്. കാര്യം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളൊരു ഡയലോഗ് പറയും, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണം, അയാൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയണം. അപ്പം അതിനിടെ ക്യാമറമാൻ പറയും യു ഹാവ് ടു ക്യാച്ച് ദ ലൈറ്റ്. ഒരുപാട് പേര് ചുറ്റും ചിലപ്പോൾ സംസാരിക്കായിരിക്കും. ഒരു ഔട്ട്ഡോർ ആണെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റണം, അതൊക്കെ മറക്കണം. എന്നിട്ട് നിങ്ങളുടെ ഡയലോഗ് മെമ്മറൈസ് ചെയ്തിട്ട് അത് നമ്മൾ അന്ന് അത്ര സമയം ഇല്ലാത്ത ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യണം. ദറ്റ് ഈസ് സംതിങ് കോൾഡ് എ ഹയസ്റ്റ് മെഡിറ്റേഷൻ. ഇറ്റ്സ് എ പ്രാക്ടീസ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചില നമ്മൾ സിനിമകൾ ചെയ്തൊരു പ്രാക്ടീസായിട്ട് മാറും. നമ്മളെപ്പോഴും എത്രയോ ഭയങ്കര പ്രണയരംഗം അല്ലെങ്കിൽ ഏറ്റവും വികാരപരമായ ഒരു ഡയലോഗ് ഡെലിവറി ചിലപ്പോൾ ഒരു 5000 പേര് നിൽക്കുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത്. ആൾക്കാർ ബഹളം ഉണ്ടാക്കുക, പോലീസ് ആൾക്കാരെ മാറ്റുക, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ മൊമെൻറ്റിൽ അതൊരു മാജിക് കിഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേം പറയും. ആ സമയത്ത് നമ്മൾ അല്ലാതായിട്ട് വേറൊരാളായിട്ട് മാറുക, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. എന്നിട്ട് തിരിച്ച് കട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. ഒരു പ്രാക്ടീസാണ്. അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് അദൃശ്യ ശക്തികൾ നമ്മളെ സഹായിക്കുന്നുണ്ടാകാം അല്ലേ? ഒരു എനർജി എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. കാര്യം നമ്മൾ അന്ന് വരെ ചെയ്യാത്തൊരു കഥാപാത്രം, ഒരു ഡോക്ടർ, ഒരു സർജൻ, വലിയൊരാളായിട്ട് പോയി സർജറി ചെയ്യുന്നു. ഞാൻ പറയും എനിക്കറിയാത്തൊരു കാര്യമാണ്, ബട്ട് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മീ. സഹായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയാണ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഒരുപാട് വേ ഓഫ് ആസ്കിങ് തിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാം. ആരോടെന്ന് അറിയില്ല. ദറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ എനർജി അല്ലേ? അപ്പോൾ അത് യു ക്യാൻ കോൾഡ് ആസ് ദൈവം എന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാം.